ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനികാഭ്യാസങ്ങൾ നിയന്ത്രിക്കാൻ നിർദ്ദേശം നൽകി ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവ നിരായുധീകരണം സംബന്ധിച്ച് അമേരിക്കൻ അനുകൂല നിലപാട് സ്വീകരിക്കാൻ ദക്ഷിണ കൊറിയ തയ്യാറല്ലാത്ത സാഹചര്യത്തിലാണ് നടപടിയെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ യുഎസുമായി മികച്ച ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തീരുമാനം. ഐസൻ ജോസ് തന്നെയാണ് ചേരുന്നത്. ഐസൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ രണ്ട് കൊറിയകൾക്കിടയിലുള്ള ഡീമിലിറ്ററൈസ്ഡ് സോണിലടക്കം അമേരിക്കയുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ ഉത്തര കൊറിയ ഒരു ഇൻവേഷൻ പോലും നടത്താത്തത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അമേരിക്ക ദക്ഷിണ കൊറിയയിൽ നിന്ന് കൂടുതൽ അകലുകയും ഉത്തര കൊറിയയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ആഗോളതലത്തിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. ഐസൻ. തീർച്ചയായും പ്രജിത്ത്, ഇതിനെ വഴിമരുന്നിട്ടായി നിർണായകമായൊരു സൂചന തന്നെ അല്ലെങ്കിൽ ഒരു പ്രശ്നം തന്നെയാണ് പ്രജിത്ത് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നോർത്ത് കൊറിയയുമായുള്ള ബന്ധം അമേരിക്ക പുനഃസ്ഥാപിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നതും വ്യക്തമാണ്. ഇറാനെ ഡീന്യൂക്ലിയറൈസ് അതായത് ആണവ നിരായുധീകരണം നടത്തുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായുള്ള നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ അതുമായി സഹകരിക്കാൻ തയ്യാറല്ല ദക്ഷിണ കൊറിയ എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നടക്കുന്ന സംയുക്ത സൈനികാഭ്യാസം. സംയുക്ത സൈനികാഭ്യാസം എന്ന് പറയുമ്പോൾ വലിയ തോതിൽ സൈനിക രംഗത്ത് സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള അഭ്യാസങ്ങളാണ് പ്ലാൻ ചെയ്തിരുന്നത്. അത് തുടർച്ചയായി നടക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കണമെന്ന് പീറ്റ് ഹെക്സത്തിനോട് നിർദ്ദേശിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ പോസ്റ്റ് ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹവുമായുള്ള, അതായത് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നുമായുള്ള മികച്ച ബന്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നും അറിയിക്കുന്നുണ്ട്. ആ കിം ജോങ് ഉന്നുമായി മികച്ച ബന്ധം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇറാനെ നിരവധി തവണ, അതായത് 80 മുതൽ തന്നെ അല്ലെങ്കിൽ 79 തന്നെ മിസൈലുകൾ ലഭ്യമാക്കുക, അത്തരത്തിൽ ഇറാനെ പിന്തുണച്ചിരുന്ന ഒരു രാജ്യം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഇറാനെ നിരായുധീകരിക്കുന്നതിൽ, ആണവ നിരായുധീകരണം നടത്തുന്നതിൽ ഉത്തര കൊറിയയ്ക്ക് നിർണായകമായൊരു നീക്കം നടത്താൻ സാധിക്കുമെന്ന ഒരു നിലപാടിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരമൊരു നീക്കമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്ക ഈ ഐക്യപ്പെടൽ ഉത്തര കൊറിയയുമായി ചെയ്യുമ്പോൾ അതിൽ പലതരത്തിലുള്ള നയതന്ത്ര തരത്തിലുള്ള ചില സംഭവവികാസങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര സൈനിക രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുമോ എന്ന ഒരു നയതന്ത്രപരമായ വലിയൊരു വിഷയം അതിൽ ഉയർന്നു വരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും ഗൗരവമേറിയൊരു നയതന്ത്ര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ട്രംപ് കൃത്യമായും മറ്റൊരു ഭാഗത്തേക്ക്, മറ്റൊരു ചേരിയിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ട് എന്നത് ഏറ്റവും നിർണായകമായൊരു ഘടകമായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസനാണ് വിവരങ്ങൾ നൽകുന്നത്.